ശ്രീ എ സജീവൻ, ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ, രൂപപ്പെട്ട തിരക്കഥയുടെ എല്ലാവിധത്തിലുമുള്ള നിഗൂഢതകൾ ഒക്കെ കുറച്ചു കാലം കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് വലിയ വിഭവമായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. കോടതിയുടെ റിപ്പോർട്ടിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു വിധത്തിലുമുള്ള ഒരു സൂചനയുടെ അല്ലെങ്കിൽ 1000-ലൊരു അംശത്തിൻ്റെ ഒരു വിധത്തിലുമുള്ള കുറ്റപ്പെടുത്തലുമില്ല. മറിച്ച് കൃത്യവും സ്പഷ്ടവുമായി കട്ടവരെയും കൂട്ടുനിന്നവരെയും പോറ്റിയവരെയും ഒക്കെ വെളിവായി തെളിവായി തുടങ്ങുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവടക്കം താങ്കൾ ഈ വിഷയത്തെ മുൻകാല പ്രാബല്യത്തിൽ പരിശോധിച്ചാൽ? ആദ്യം തീർച്ചയായും ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ പറയേണ്ട കാര്യമാണ്. ഞാൻ പലവണ ചർച്ചകളിൽ പറഞ്ഞ കാര്യമാണെങ്കിലും ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന വളരെ പെട്ടെന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഇതിന്റെ ഈ തിരക്കഥയുടെ തുടക്കം തന്നെ ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഈ പറയുന്ന പോറ്റിയാണല്ലോ. അദ്ദേഹത്തിന്റെ ആരോപണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം എങ്ങനെ അവിടെ നിന്നൊക്കെ ഈ പീഠം പോയിട്ടുണ്ട്, അത് പക്ഷെ എനിക്ക് പരാതിയില്ല എന്നുള്ളതായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കാൻ, അപ്പോൾ അവിടെ മറ്റാരൊക്കെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഒരു ആരോപണം താങ്കൾ പറഞ്ഞ പോലെ ശബരിമലയിലെ ഭക്തന്മാരുടെ സംഗമം സംഘടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് വലിയ ചർച്ചയായിട്ട് ആളുകൾ കൊണ്ടുവരുന്നു. അതേ സമയത്ത് ചർച്ചകളിൽ പങ്കെടുത്തവരെല്ലാവരും പോറ്റിയെ ഈ വളരെ കൃത്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു മഹാനായ സാത്വികനായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പ്രകീർത്തിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ഇതിലെ ഒരു വലിയ ഗൂഢാലോചന. താങ്കൾ അത് പല ഘട്ടങ്ങളിലും സൂചനയായി പറഞ്ഞതും എനിക്ക് പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെരുമാറ്റവും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇതിപ്പാണല്ലോ വന്നിട്ടുള്ളത്. അദ്ദേഹം നേരിട്ട് നമ്മളിപ്പോ പറഞ്ഞു 39 ദിവസം ഒരു സാധനം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് പരമാവധി എത്ര സാവധാനത്തിൽ പോലെ 24 മണിക്കൂർ മതി. ഒരു 10-12 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ. അതിനാണ് 39 ദിവസം എടുത്തത്. അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് പകരമായിട്ട് തകിട് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പിന്നീട് അവിടെ തന്നെ ഈ പറയുന്ന ഈ പ്ലേറ്റിംഗ് നടത്തിയിട്ടുള്ള സ്ഥാപനം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെമ്പിൽ മാത്രം, പുതിയ ചെമ്പിൽ മാത്രം ആണ് പ്ലേറ്റിംഗ് നടത്തി കൊടുക്കാറുള്ളത് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. അത് തനിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലൊക്കെ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുണ്ട്. അത് വളരെ കൃത്യമാവുകയും ചെയ്തു. ഉദ്യോഗസ്ഥൻ തന്നെ ചെമ്പ് തകിട് എന്ന് എഴുതിയിട്ടുള്ളതിന്റെ കൃത്യമായിട്ട് ഇത് വരുന്നു. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് പിന്നീട് മുകളിലുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ പരിശോധിച്ചിട്ടാണ് ബോർഡിന് മുമ്പാകെ ഇത് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടൊരു റാറ്റിഫിക്കേഷനാണ് വരിക. ബോർഡ് ഇതെല്ലാം പരിശോധിച്ചിട്ടല്ലല്ലോ ഈ ചെമ്പാണോ ഇതാണോ പരിശോധിച്ച് രേഖയിൽ എന്താണ് കൃത്യമായി പരിശോധിക്കില്ല. അതിനാണല്ലോ ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ ഒത്താശയോടുകൂടി നടന്നൊരു വലിയ തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോടതിക്ക് അത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. അപ്പം ഇതിനിടയിലുണ്ടായ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഞാൻ അപ്പോഴും അത് പലപ്പോഴും പറയും, അത് സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ആരോപണം ഉണ്ടായിരിക്കുക നേരെ ഇതുമായി എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട കാര്യം അത് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഏത് ധനികന്റെ വീട്ടിലേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നൊക്കെ രീതിയിൽ ചില നേതാക്കന്മാർ, ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോ സ്വാഭാവികം അത്തരത്തിലൊക്കെ ഇത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ കോടതിയുടെ കൃത്യമായ നിരീക്ഷണം കോടതി വിജിലൻസിനോട് ആവശ്യപ്പെട്ട കാര്യമാണ്. അതനുസരിച്ച് കോടതി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. അതിനു മുമ്പേ തന്നെ ഇത്തരത്തിൽ പറഞ്ഞു കൊണ്ടുപോയതൊക്കെ ഇന്ന രീതിയിലാണ് കൊടുത്തത്, ഇത്ര വലിയ തുകയ്ക്കാണ് വിറ്റത് എന്നൊക്കെ പറയുമെന്ന് ഇത് അറിയുന്ന ആളുകൾ ആ വിറ്റത് ആർക്കാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ. അതിന് പകരം ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതിയെ കണ്ടുപിടിക്കുക, ആരാണ് ഇതിലെ ഈ ആരോപണത്തിന് തുടക്കമിട്ട ആള് മുതൽ അതിന്റെ പിന്നിൽ നടന്നിന്റെ കാര്യം. 39 ദിവസം എന്തിനാണ് ഇത് സ്വർണ്ണപ്പാളി പൂശാൻ കൊടുക്കാൻ? ഇത് ഇത്രയും തകിട് എന്താണ് ഇത് പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടി 39 ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതികമാണെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഇത് ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിക്കാൻ ലോകം മുഴുവൻ ചുറ്റിയിട്ട്, പണ്ട് ഗണപതി ചുറ്റിയതുപോലെയാണ് ലോകം മുഴുവൻ ചുറ്റി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള
ചില കാര്യങ്ങൾ അത് ആ ചുറ്റലിന്റെ ആവശ്യമില്ലല്ലോ. ഉം. അവിടെ തന്നെ എന്തെല്ലാമോ ചുറ്റിയവർ ചുറ്റി ഇപ്പോ. ചുറ്റിയവർ ചുറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ അന്വേഷണം, ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോയിട്ട് ഇതിന് പിറകിലുള്ള എല്ലാ വേരുകളും പൂർണ്ണമായിട്ടും മാന്തിയെടുക്കുക, അർത്ഥെടുക്കില്ല, മാന്തിയെടുക്കണം. അപ്പോഴേ ഇതിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. അതിനു മുമ്പേ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണം, ഞാനിപ്പോ ഈ ആരോപണങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ഓരോ ദിവസം ആരൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വെച്ച് തന്നെ ഒരു വലിയ ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് എനിക്ക് തീർച്ചയായും തോന്നുന്നത്. അതാണ് അത് വളരെ ശരിയാണ്.